ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നിതാ പുതിയൊരു വർക്കുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ആര്യ വർക്കാണ്. ബ്ലൗസിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആര്യ വർക്ക് പഠിച്ചതിന് ശേഷം ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഓർഡറാണ്, അതും കൊല്ലത്തു നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ടൈമായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടെൻഷൻ ഉണ്ട് ഈ ഒരു വർക്ക് എടുക്കുമ്പം. അതും ഒരു ബ്രൈഡൽ ബ്ലൗസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ. കസ്റ്റമർ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തുകൊണ്ടിരുന്നത്. നോർമൽ നീഡിൽ വെച്ചിട്ടാണ് ബീഡ്സ് വർക്കൊക്കെ ബ്ലൗസിലും കുർത്തീസിലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ആര്യ നീഡിൽ വെച്ചിട്ട് ഒരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. നല്ല ടെൻഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആര്യ വർക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പഠിച്ചെടുത്തിട്ടില്ല. സ്വയം യൂട്യൂബൊക്കെ നോക്കിയിട്ട് അങ്ങനെ ജസ്റ്റ് പഠിച്ച് വരുന്നതേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ അന്ന് പഠിച്ച് വെച്ചിട്ടേ ഉള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ ആര്യ വർക്ക് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ട് അങ്ങനെ എടുത്തിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു. പക്ഷെ എനിക്ക് കുഴപ്പമില്ലാത്ത രീതിക്ക് വർക്ക് കസ്റ്റമർ പറഞ്ഞതുപോലെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അവർ പറഞ്ഞ ടൈമിന് തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കസ്റ്റമർ തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സ്ലീവിൽ മാത്രമാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി കസ്റ്റമർ ആ ഒരു സ്ലീവൊക്കെ കട്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർ മാർക്ക് ചെയ്ത ആ ഒരു പോർഷൻ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു പേപ്പറിൽ ഒരു വേണ്ട ഡിസൈന് സ്ക്വയറായിട്ടാണ്, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു വേണ്ടിയിരുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിൽ മാർക്ക് ചെയ്തിട്ട് പിന്നീട് ക്ലോത്തിലോട്ട് ഇതുപോലെ കൺവേർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളല്ലാതെ തന്നെ ക്ലോത്തിൽ ഡയറക്റ്റ് കൊണ്ടുപോയി വരയ്ക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും ഇതുപോലെ പേപ്പറിൽ വരച്ചിട്ട് അത് ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കസ്റ്റമർ തന്നിട്ടുള്ള റെഫറൻസ് പിക്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കാട്ടെ. അതിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. കസ്റ്റമർ പറഞ്ഞത് പ്രകാരമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്ക്വയറായിട്ടാണ് പാറ്റേൺ വന്നിട്ടുള്ളത്. അത് ഇതുപോലെ ഞാൻ ക്ലോത്തിലോട്ട് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം പേപ്പർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്കെയിൽ വെച്ചിട്ട് കംപ്ലീറ്റ് വരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നമുക്ക് ഹൂപ്പിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഭയങ്കര തിന്നായിട്ടുള്ളൊരു ക്ലോത്ത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹൂപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. അത് ഇങ്ങനെ വലിച്ചെടുക്കുമ്പം അതിൻ്റെ സൈഡ് വശത്തു നിന്ന് ഇങ്ങനെ നൂലൊക്കെ പിന്നിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ക്ലോത്തൊക്കെ ആകുമ്പം നമ്മൾ ഹൂപ്പിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നല്ലോണം കെയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ടൈറ്റായിട്ട് വലിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പം ആ ഒരു ക്ലോത്ത് മോശമായി പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം കെയർ ചെയ്തിട്ട് മാത്രം അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻഡിലായിട്ട് ഇതുപോലെ സ്റ്റാർട്ടിങ്ങിന് തന്നെ സെറി ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആര്യ വർക്ക് ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിച്ച് വന്നിട്ടില്ല. അതുപോലെ തന്നെ സ്പീഡും ആയിട്ടില്ല. ഞാൻ സാവധാനമാണ് ഈ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ സ്പീഡായിട്ട് തോന്നും, അത് എഡിറ്റ് ചെയ്തിട്ട് സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ. നല്ല സാവധാനമാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും പഠിച്ച് വരുന്നതായതുകൊണ്ട് തന്നെ. അപ്പോൾ നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയർ ബീഡ്സ് ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്മോൾ ബീഡ്സ് വെച്ചിട്ട് ഒരു ലെയർ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. സ്മോൾ സൈസ് ആട്ടോ, 2.5 mm സൈസിൽ വരുന്ന ബീഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് കംപ്ലീറ്റ് ആ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു പോർഷനൊക്കെ ഞാൻ രാത്രിയാണ് കേട്ടോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ വേരിയേഷൻ നല്ലോണം ഉണ്ടാവും. രാത്രിയും പകലുമായിട്ട് മാറി മാറി ഇരുന്നിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 ദിവസം കൊണ്ട് ഈ ഒരു വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അർജൻറ്റായിട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലായിട്ട് ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലേറ്റ് നൈറ്റൊക്കെ ഒരുപാട് സമയം അങ്ങനെ ഇരുന്നിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ 3 ലെയർ ബീഡ്സ് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ രാത്രി ലേറ്റായിട്ട് ഒരു മണി 2 മണി ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആദ്യം സ്മോൾ സൈസിലുള്ള ബീഡ്സ് ഒരു ലെയർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് വണ്ണമുള്ള 4 mm സൈസിൽ വരുന്ന ബീഡ്സ് വെച്ചിട്ട് രണ്ടാമത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും സ്മോൾ സൈസിലുള്ള ബീഡ്സ് വെച്ചിട്ട് ഒന്നുകൂടെ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തെടുത്തു. അങ്ങനെ 3 ലെയറായിട്ടാണ് ആ ഒരു എൻഡ് പോർഷനിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. അത് രാത്രി ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം മുകൾ ഭാഗത്ത് വരുന്ന ആ ഒരു സ്ക്വയറായിട്ട് വരുന്ന ആ ഒരു ചെക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ
ഇതുപോലെ സ്മോൾ സൈസിലുള്ള ബീഡ്സ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആദ്യം യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്മോൾ സൈസ് ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ആ ഒരു ചെക്സും നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും ഇതാ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. ഒന്നാമത് ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് അരി വർക്ക് പഠിച്ചെടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും എനിക്ക് അറിയില്ല. ഞാൻ ചെയ്തു പോകുന്ന കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് അവിടെ ഇവിടെ ആയിട്ട് അങ്ങനെ ഓരോ പോർഷൻസ് ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ നോർമൽ നീഡിൽ വെച്ചിട്ടാണ് ഈ ഒരു ബീഡ്സ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആര്യ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു ഡിഫറൻസ് തോന്നുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടെ നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ കിട്ടുന്നത് ആര്യ വർക്ക് തന്നെയാണ്, അത് പ്രത്യേകം പറയാം. പിന്നെ നല്ലൊരു സ്പീഡൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നല്ല സ്പീഡായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആര്യ വർക്ക് തന്നെയാണ് ഒന്നുകൂടെ ബെറ്റർ. നമുക്ക് പെട്ടെന്ന് ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഒരു ബ്ലൗസൊക്കെ നമുക്ക് കംപ്ലീറ്റ് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്പീഡായിട്ട് ചെയ്യുന്നവരെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഞാനിപ്പം അത്യാവശ്യം സ്പീഡൊന്നും ആയിട്ടില്ല, നോർമലായിട്ട് അങ്ങനെ സ്ലോ ആയിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ആര്യ വർക്ക് തന്നെയാണ് ഒന്നുകൂടെ നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതാ വർക്ക് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 3 ദിവസം കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതും ഞാൻ ഈ ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ്, അധികം സ്പീഡൊന്നും ആയിട്ടില്ലല്ലോ, ആര്യ വർക്ക് പഠിച്ച് വരുന്നതേ ഉള്ളൂ. എന്നിട്ട് പോലും എനിക്കൊരു 3 ദിവസം കൊണ്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ സ്പീഡിലൊക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലുള്ളൊരു ബ്ലൗസൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആര്യ വർക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, നല്ല സ്പീഡായിട്ട് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ വർക്കൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ എനിക്ക് തന്നെ ആദ്യത്തെ ആ ഒരു സ്ലീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഫസ്റ്റത്തെ സ്ലീവ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്ലീവിലോട്ട് വന്നപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് മറ്റേത് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പെർട്ട് ആയല്ലോ, അപ്പോൾ രണ്ടാമത്തെ സ്ലീവ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്കത് എളുപ്പമായിട്ട് വരും. അപ്പോൾ ഇതാ ഇവിടെ ആ ഒരു ചെക്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻട്രലായിട്ട് ചെറിയൊരു വർക്ക് കൂടെ ബാക്കി വരുന്നുണ്ട്. സെൻട്രലുള്ള ആ ഒരു സ്ക്വയറിൻ്റെ കോർണറിലായിട്ട് ഒരു വലിയ ബീഡും അതുപോലെ തന്നെ ഒരു കുഞ്ഞു ബീഡും കൂടെ വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കാനുണ്ട്. ഇതുപോലെ ഓരോ സ്ക്വയറിൻ്റെയും കോർണർ ഭാഗത്തുനിന്ന് ത്രെഡ് വലിച്ചെടുക്കുക. അതിനുശേഷം ഒരു വലിയ ബീഡും പിന്നെ ഒരു ഷുഗർ ബീഡും, ഇവിടെ ഷുഗർ ബീഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഓരോ സ്ക്വയറിൻ്റെയും കോർണർ ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ഓരോ ബീഡ്സ് വെച്ചിട്ട് ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൗസിൻ്റെ ഫൈനൽ വർക്കും കൂടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇവിടെ കസ്റ്റമർ എനിക്ക് സ്ലീവ്സ് മാത്രമായിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. സ്ലീവ്സിൽ മാത്രമേ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അവർ സ്ലീവ്സ് മാത്രമായിട്ട് കട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് അയച്ചു തരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. എന്തായാലും ഈ ഒരു വർക്ക് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലൗസിൻ്റെ കംപ്ലീറ്റ് ലുക്ക് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ സ്റ്റിച്ചിങ് ഒന്നും ചെയ്യുന്നില്ല, ഓൺലി വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്ലീവ് മാത്രമാണ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ തന്നെ ചെയ്തെടുത്തതാണോ എന്ന് എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ആദ്യമായിട്ട് ചെയ്യുന്നതാണല്ലോ അരി വർക്ക്, അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഞാൻ തന്നെ ചെയ്തതാണോ എന്നുള്ളൊരു ഫീലിങ്സ് എനിക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഹൂപ്പിൽ നിന്നും അയച്ച് മാറ്റുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ക്ലോത്തൊക്കെ പതുക്കെ ഇതുപോലെ അയച്ചെടുക്കണം. നമ്മൾ സ്പീഡപ്പായിട്ട് വലിച്ചെടുക്കാതെ ഇതുപോലെ മെല്ലെ നീഡിൽ വെച്ചിട്ട് തന്നെ മെല്ലെ അയച്ചെടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഭയങ്കര തിന്നായിട്ടുള്ള ക്ലോത്താണ്, അതുകൊണ്ട് തന്നെ കീറിപ്പോവോ അല്ലെങ്കിൽ അത് പിന്നിപ്പോവോ എന്നുള്ളൊരു പേടി നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സാവധാനം അതിൽ നിന്ന് അയച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ അത് സ്പീഡായിട്ട് കാണുന്നതാണ് കേട്ടോ, ഞാൻ മെല്ലെയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതാ അതിൻ്റെ ബാക്ക് വശത്ത് എക്സ്ട്രാ വരുന്ന നൂലൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നിത് അയൺ ചെയ്തെടുക്കും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് വശത്തുകൂടെ അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ആ ഒരു പെന്നുകൊണ്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അത് ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാലേ അതിൻ്റെ മാർക്കിങ് പോവുള്ളൂ. അപ്പോൾ ഒന്ന് ബാക്ക് വശം കൂടെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്.
അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ലുക്കാണ് ഇത്. ഇതിൻ്റെ ബോഡി പാർട്ടൊന്നും നമുക്ക് അയച്ചു തന്നിട്ടില്ല കേട്ടോ. ഈ ഒരു സ്ലീവ്സ് മാത്രമേ അയച്ചു തന്നിട്ടുള്ളൂ. അപ്പം ഈ ഒരു വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും. ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് കമൻസ് ഒന്നും പറയാനില്ലെങ്കിലും ജസ്റ്റ് ഒരു ഇമോജിയെങ്കിലും ഇട്ടിട്ട് പോണേ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും, ബൈ.